സൃഷ്ടാവിനെ കൊണ്ട് നമ്മെ നിറയ്ക്കുക. സഭാപ്രസംഗി 2-ാം അധ്യായം 1 മുതൽ 26 വരെ. ചിന്തയ്ക്കായിട്ട് 23-ാം വാക്യം. അവൻ്റെ നാളുകൾ ഒക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവും അല്ലോ. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. പണവ്യാപാര മണ്ഡലത്തിൽ സമ്പന്നന്മാരായി വിരാജിച്ചിരുന്ന ഏതാനും വ്യക്തികളെപ്പറ്റി വിൽബ്രൈറ്റ് എന്ന ഗ്രന്ഥകാരൻ പരാമർശിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ധനകാര്യ വിദഗ്ധരായിരുന്നു അവർ. 1923 ഷിക്കാഗോയിലെ സുപ്രധാനമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തത് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: 25 വർഷം കഴിഞ്ഞ് അവരിലൊരാൾ കടം വീട്ടാൻ കഴിയില്ലാതെ ദരിദ്രനായി തീർന്നു. ഉരുക്കു വ്യാപാര രംഗത്തെ രാജാവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മരിച്ചത് നിത്യവൃത്തിക്ക് വകയില്ലാതെയാണ്. ഒരു കമ്പനിയുടെ പ്രസിഡൻ്റായിരുന്ന മറ്റൊരാൾ ഒരു കാശ് പോലും കയ്യിലില്ലാതെ മരിച്ചു. വേറൊരാൾ ഭ്രാന്തനായി തീർന്നു. മറ്റൊരു വ്യവസായ പ്രമുഖൻ പാപ്പനായി വിദേശത്ത് കിടന്ന് മരിച്ചു. വേറൊരാൾ ആത്മഹത്യ ചെയ്തു. ഇവരെല്ലാം പണമുണ്ടാക്കാൻ പഠിച്ചവരായിരുന്നു. ഭൗതികമായി മനുഷ്യന് ഉയരാവുന്നതിൻ്റെ അത്യുച്ച കോടിയിൽ അവർ എത്തുകയും ചെയ്തു. പണം സമ്പാദിക്കാനുള്ള ടെക്നിക്ക് അവർക്കറിയാമായിരുന്നെങ്കിലും എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് വിൽബ്രൈറ്റ് അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പണസമ്പാദനത്തിനുള്ള ടെക്നിക്കുകൾ വശമാക്കിയിട്ടുള്ള ലക്ഷാധിപന്മാരും കോടീശ്വരന്മാരും അമേരിക്കയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുമുണ്ട്. സമൂഹത്തോടുള്ള കടപ്പാടിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ കാവൽ ഭടന്മാരായി അവർ ജീവിക്കുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലും അവരുടെ ജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള കോട്ടകെട്ടൽ മാത്രമായിരിക്കും. എന്നാൽ മനുഷ്യന് ഭൗതിക നേട്ടങ്ങൾ മാത്രം പോരെന്ന് അവർ മനസ്സിലാക്കുന്നത് വൈകിയ വേളയിലായിരിക്കും. ഇങ്ങനെ ജീവിച്ചിട്ടുള്ളവരുടെ പരാജയങ്ങൾ ദയനീയമാണ്. സുപ്രസിദ്ധ സാഹിത്യകാരനും ദാർശനികനുമായിരുന്ന H.G. വെൽസ് 61-ാമത്തെ വയസ്സിൽ പറഞ്ഞു: എനിക്ക് ഒരു സമാധാനവുമില്ല. ജീവിതം ആകമാനം അതിൻ്റെ വ്യാപാര പരിധിയുടെ അറുതിയിലെത്തിയിരിക്കുന്നു. പ്രസിദ്ധ ആംഗലേയ കവിയായ ബൈറൻ ജീവിതാന്ത്യത്തിൽ പറഞ്ഞത് കേൾക്കണോ? എൻ്റെ ജീവിതത്തിൻ്റെ താരും തളിരുമെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങളാകുന്ന ഇലകൾ പഴുത്തു തുടങ്ങിയിരിക്കുന്നു. പുഴുവും കീടവും ദുഃഖവും എൻ്റേത് മാത്രമാകുന്നു. അമേരിക്കയിലെ ഒരു പ്രമുഖ കാർട്ടൂണിസ്റ്റായിരുന്ന റാൽഫ് ബാർട്ടൺ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇപ്രകാരം എഴുതി തലയണയിൽ കുറിച്ചു വെച്ചു: എനിക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. മഹത്തായ നിരവധി നേട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ധാരാളം ഭാര്യമാരുള്ള ഞാൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഓരോ ദിവസത്തിൻ്റെയും 24 മണിക്കൂർ നിറയ്ക്കുന്നതിന് വേണ്ട ഉപായങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമം കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു. ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ദാർശനികനുമായ പാസ്കർ ഈ പ്രശ്നത്തിന് നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക: എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ശൂന്യാന്തരാളമുണ്ട്. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ട് അത് നിറയ്ക്കുവാൻ സാധ്യമല്ല. പ്രത്യേക സൃഷ്ടാവായ ദൈവത്തെക്കൊണ്ട് മാത്രമേ അത് നിറയ്ക്കുവാൻ സാധിക്കൂ. ദൈവം തനിക്ക് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെക്കൊണ്ട് നമ്മുടെ ശൂന്യാന്തരാളം നിറയ്ക്കുന്നത് വരെ നമുക്ക് വിശ്രമവും ശാന്തിയും ലഭിക്കുകയില്ല. ധനവും ഉല്ലാസ ജീവിത സൗകര്യങ്ങളും കൊണ്ട് നമ്മിലെ ശൂന്യാന്തരാളം നിറയ്ക്കുവാനുള്ള വിഫലശ്രമം ഉപേക്ഷിച്ച് സൃഷ്ടാവായ ദൈവത്തെക്കൊണ്ട് നമ്മെ നിറയ്ക്കുക. ഓർക്കണമേ, നിങ്ങൾ വിനയം കൊണ്ട് ചുരുങ്ങി ഒരു പൂജ്യമായി തീരണം. ഇയ്യോബ് 7:6. എൻ്റെ നാളുകൾ നെയ്തോട്ടത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.